എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് ഇപ്പൊ മൈഗൈ ആവട്ടെ അവന്റെ ഓപ്പണന്റിനെ തകർത്ത് നിൽക്കുകയാണ്. മൈഗൈക്ക് ഒരുപാട് സന്തോഷമായിട്ട് അവൻ ഹായ് ആയിട്ട് നിൽക്കുമ്പോ ഇവിടെ ടെൻടണും നെജിയും അവരുടെ ഓപ്പണന്റിനെ ഇപ്പൊ അടിച്ചു തോൽപ്പിക്കും. അപ്പൊ അവരുടെ ഓപ്പണന്റ് ആവട്ടെ അത് പതിയെ അവിടുന്ന് മാഞ്ഞില്ലാതാവും. ഇവിടെ മൈഗയും അവന്റെ ഓപ്പണന്റിനെ അടിച്ചു തോൽപ്പിക്കുമ്പോ അത് മണ്ണായി അവിടെ ഇല്ലാതായി പോവും. മൈഗൈ വയർലെസ്സിലൂടെ ഇപ്പൊ എല്ലാവരോടും നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഓപ്പണന്റിനെ അടിച്ചു തോൽപ്പിച്ചോ എന്ന് അവരോട് ചോദിക്കും. അതിനെല്ലാവരും മറുപടി പറയും, ഞങ്ങൾ എല്ലാവരും ഞങ്ങളുടെ ഓപ്പണന്റിനെ ഇപ്പൊ അടിച്ചില്ലാതാക്കി. അത് കേട്ടുടൻ ഇപ്പൊ മൈഗൈ പറയും, നമുക്കിനി എത്രയും പെട്ടെന്ന് കാക്കാഷിയെ തേടിപ്പോണം, അവര് വലിയ അപകടത്തിലാണ്. അവരെല്ലാവരും ഇപ്പൊ ഓപ്പണൻസിനെ അടിച്ചു കീഴ്പ്പെടുത്തി കാക്കാഷിയെ ലക്ഷ്യമാക്കിയിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. കട്ട് ചെയ്താ ഇപ്പൊ സാക്കുറയും ഗ്രാൻമയും അവർ രണ്ടുപേരും ആ ഒരു ഗുഹയിൽ നിന്ന് പുറത്തേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു ഗുഹ അത് പതിയെ പതിയെ തകർന്ന് ഇപ്പൊ താഴേക്ക് വീഴാൻ തുടങ്ങും. ഒരുപാട് പപ്പടുകളുടെ ഇടയില് ഇപ്പൊ സാസുരി ആവട്ടെ അവൻ അങ്ങനെ മരിച്ചു കിടക്കുകയാണ്. ഗ്രാൻമ സാക്കുറയുടെ പുറകെ ഓടി വരുമ്പോ ഇപ്പൊ വീണ്ടും തളർന്ന് താഴെ വീഴും. സാക്കുറ കൈ പിടിച്ച് കയറ്റാൻ ഒരുപാട് ശ്രമിക്കുമെങ്കിലും ആ ഒരു പോയിസൺ അത് ഗ്രാൻമയുടെ ബോഡി മുഴുവൻ ഇപ്പൊ സ്പ്രെഡ് ആയതുകൊണ്ട് തന്നെ ഗ്രാൻമയ്ക്ക് എഴുന്നേറ്റ് നടക്കാനായിട്ട് ഇപ്പൊ കഴിയില്ല. സാക്കുറ മുക്കറിയിട്ട് ഇപ്പൊ ഗ്രാൻമയെ വലിച്ചു പൊക്കാൻ നോക്കുമെങ്കിലും ഒരടി പോലും ഗ്രാൻമ അനങ്ങില്ല. അവൾ ഗ്രാൻമയുടെ കൈ പിടിച്ചു പറയും, നമുക്ക് എത്രയും പെട്ടെന്ന് സാൻഡ് വില്ലേജിലെത്തണം. അവിടെ എത്തി ആന്റിഡോട്ട് എടുത്താൽ മാത്രമേ ഗ്രാൻമയെ എനിക്ക് രക്ഷിക്കാൻ കഴിയൂ. ഗ്രാൻമ അവള് പറയുന്നത് ശ്രദ്ധിക്കില്ല. ഗ്രാൻമ പറയും, എന്റെ മുൻപില് ഇനി വലിയൊരു മിഷൻ കൂടെ ബാക്കിയുണ്ട്, എനിക്ക് എങ്ങനെയെങ്കിലും അത് കംപ്ലീറ്റ് ചെയ്യണം. പക്ഷെ സാക്കുറയ്ക്ക് മനസ്സിലാവും, ഇനിയും ആന്റിഡോട്ട് എടുത്തില്ലെങ്കിൽ ഉറപ്പായിട്ടും ഗ്രാൻമ എന്നേക്കുമായിട്ട് സാൻഡ് വില്ലേജിനും എല്ലാവർക്കും നഷ്ടപ്പെട്ടു പോകും. സാക്കുറ രണ്ടും കൽപ്പിച്ച് അവളുടെ മുഴുവൻ സ്ട്രെങ്തും എടുത്ത് ഗ്രാൻമയെ തോളത്തേറ്റി ഇപ്പൊ മുൻപോട്ട് നടക്കാൻ തുടങ്ങും. അതിന് ഗ്രാൻമ ഇപ്പൊ അവളോട് സോറി പറയുമ്പോ സാക്കുറ പറയും, അതൊന്നും കുഴപ്പമില്ല, നമുക്ക് എത്രയും പെട്ടെന്ന് സാൻഡ് വില്ലേജിലെത്തണം. കട്ട് ചെയ്താ ഇവിടെ ദേദുറ ഇപ്പോഴും കാറെ തൂക്കിയെടുത്ത് മുൻപോട്ട് വളരെ സ്പീഡില് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. കാക്കാഷി പറയും, എന്റെ ടെക്നിക്ക് അത് പുറത്തെടുക്കാൻ സമയമായി, അതുകൊണ്ട് കുട്ടപ്പ നീ പുറകിലേക്ക് നിൽക്ക്. അത് കേൾക്കേണ്ട താമസം നറൂട്ടോ കുട്ടപ്പൻ പുറകിലേക്ക് നിൽക്കുമ്പോ കാക്കാഷി ആവട്ടെ അവന്റെ മങ്കിക്കു ശരിങ്ങ കണ്ണ് അത് ഓപ്പൺ ചെയ്ത് ദേദുറയെ കറക്റ്റ് ആയിട്ട് ഇപ്പൊ സൂം ചെയ്യാൻ തുടങ്ങും. കാക്കാഷി അവന്റെ ശരിങ്ങ കണ്ണ് അത് സൂം ചെയ്യും തോറും ഇവിടെ ദേദുറ ആവട്ടെ ഇപ്പൊ എന്തോ ഒരു ഇല്യൂഷനില് പെട്ടുപോവാണ്. അവനൊന്നും മനസ്സിലാവില്ല. പക്ഷെ കാക്കാഷി വിടാതെ അവന്റെ ശരീങ്ക കണ്ണിന്റെ പവർ അത് ഉപയോഗിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഓരോ മങ്കിക്കും ശരീങ്ക കണ്ണിനും ഓരോ പ്രത്യേക സ്പെഷ്യൽ ജിപ്സുമാണ്. ആ സമയത്ത് ഇപ്പൊ നറൂട്ടോ കുട്ടപ്പനാവട്ടെ വലിയൊരു പാറയുടെ മുകളിലേക്ക് വലിഞ്ഞു കയറി അവൻ ദേദുറയെ നോക്കും. ദേദുറ ഒരു ഇല്യൂഷനിൽ പെട്ട് തല ചുറ്റി ഇപ്പൊ എങ്ങോട്ടോ പോകുന്നത് കാണുമ്പോ കുട്ടപ്പൻ വണ്ടടിച്ചു പോവും. അതേ സമയത്ത് ദേദുറ ആവട്ടെ അവൻ എന്താ സംഭവിക്കണെന്ന് മനസ്സിലാവില്ല. അവന്റെ കൺട്രോൾ മുഴുവനായിട്ടും പോയി ഏതോ ഒരു ഭാഗത്തേക്ക് ലക്ഷ്യമാക്കി ഇപ്പൊ പറന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കാക്കാഷി വിടില്ല. അവൻ വീണ്ടും തറപ്പിച്ച് നോക്കുമ്പോ കാക്കാഷിയുടെ കണ്ണ് അത് മുറിഞ്ഞ് ഇപ്പൊ ബ്ലഡ് വരാൻ തുടങ്ങും. ദേദുറ ആ ഒരു ഇല്യൂഷനിൽ പെട്ട് അവൻ തല ചുറ്റി എങ്ങോട്ടോ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാക്കാഷിക്ക് കണ്ണ് വേദന എടുത്ത് അവനിപ്പോ പതിയെ അവന്റെ കണ്ണ് അടയ്ക്കാൻ തുടങ്ങും. കാക്കാഷി അവനെ മറ്റൊരു വേൾഡിലേക്ക് കൊണ്ടുപോകാൻ നോക്കുമെങ്കിലും ദേദുറ അവൻ ഒരുപാട് കഷ്ടപ്പെട്ട് ഇപ്പൊ കാക്കാഷിയുടെ കയ്യിൽ നിന്ന് വഴുതി രക്ഷപ്പെടും. പക്ഷെ എന്താ, അവന്റെ മറ്റൊരു കൈ കൂടെ അതിൽ നഷ്ടാവും. കാക്കാഷിക്കാണെങ്കിൽ അവന്റെ കണ്ണിന് ഇപ്പൊ ഒരുപാട് വേദന എടുക്കും. കാക്കാഷി ആദ്യമായിട്ടാണ് ഈ ഒരു കണ്ണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവനെ കൊണ്ട് കറക്റ്റ് ആയിട്ട് അത് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല. ആക്ച്വലി ഈ ഒരു ശരീരം കണ്ണ് അത് ഉച്ചിഹ ക്ലാനിൽ പെട്ടവരുടേതാണ്. അതുകൊണ്ട് തന്നെ അവന്റെ ബോഡിയിൽ ഈ ഒരു കണ്ണ് അത് അഡാപ്റ്റ് ആവുന്നില്ല. പക്ഷെ കാക്കാഷി അവൻ പിന്മാറാൻ തയ്യാറല്ല. വീണ്ടും മങ്കിക്കു ശരീരം കണ്ണ് തുറന്ന് അവൻ ദേദുറയെ നോക്കും. ദേദുറയ്ക്കുടനെ കാര്യം വഷളാകുമെന്ന് മനസ്സിലാക്കി അവൻ വീണ്ടും മുൻപോട്ട് കുതിക്കുമ്പോ ഇത്തവണ കാക്കാഷി അവനെ വിടാതെ പിന്തുടരും. അവൻ വേറൊരു ഡയമെൻഷനിലേക്ക് തെന്നി മാറാൻ ശ്രമിക്കുമെങ്കിലും കാക്കാഷി അങ്ങനെ അവനെ ലോക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. ദേദുറ ആവട്ടെ അവന്റെ സ്പീഡ് അത് ഡബിൾ ആക്കി ഇപ്പൊ മുമ്പോട്ട് കുതിച്ചു പറക്കും. കാക്കാഷിക്ക് പറക്കാൻ പറ്റാത്തോണ്ട് തന്നെ അവന്റെ കണ്ണിന്റെ റേഞ്ച് അത് കട്ടായി. ഇപ്പൊ ദേദുറ ആവട്ടെ അവൻ വീണ്ടും കാക്കാഷിയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പോവും. കാക്കാഷിക്ക് ഒരുപാട് വിഷമാവും. പക്ഷെ ദേദുറ അവൻ സന്തോഷം കൊണ്ട് ഇപ്പൊ തുള്ളിച്ചാടുകയാണ്. അപ്പൊ അതേ സമയത്ത് ലോങ് ഷോട്ടില് നറൂട്ടോ കുട്ടപ്പനാവട്ടെ ആ ഒരു മല അത് വലിഞ്ഞു കയറി ഇപ്പൊ ദേദുറയുടെ പിന്നാലെ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടപ്പൻ അങ്ങനെ ചാടി വന്ന്
അവന്റെ റെസനഗൺ പവർ ഉപയോഗിച്ച് ദേദുരെ അട്ടിച്ച് തെറിപ്പിക്കാൻ ശ്രമിക്കും. പക്ഷെ ദേദുര അവൻ സൈഡിൽ ശബ്ദം ഉണ്ടാക്കി ഇപ്പൊ വെട്ടിത്തിരിഞ്ഞു മാറുമ്പോ കുട്ടപ്പന്റെ കൈതട്ടി ആ ഒരു റെസനഗൺ പവർ അത് അവന്റെ ക്ലേയിലിടിച്ച് ആ ഒരു പക്ഷി അത് തകർന്നു പോകും. നറൂട്ടോ കുട്ടപ്പൻ ഉടനെ അവന്റെ ക്ലൗൺസിനെ ക്രിയേറ്റ് ചെയ്ത് ആ ഒരു ബേർഡിനെ ഇപ്പൊ സേഫ് ആയിട്ട് താഴെ ഇറക്കും. ദേദുര ആവട്ടെ അതുകൊണ്ട് പേടിച്ച് അവിടുന്ന് മുൻപോട്ട് ഓടുമ്പോ കുട്ടപ്പൻ ഒരുപാട് പ്രതീക്ഷയോട് കൂടെ ആ ഒരു ക്ലേ അത് മാന്തി പൊളിച്ച് അതിനുള്ളിൽ ഗാറെ അന്വേഷിക്കാൻ തുടങ്ങും. കാക്കാശി തളർന്നു വീഴുന്ന കണ്ട് ഇപ്പൊ കുട്ടപ്പന്റെ മറ്റൊരു ക്ലൗണ് കാക്കാശിയുടെ അടുത്തേക്ക് എത്തും. കാക്കാശി മാസ്റ്റർ നീ ഇപ്പൊ ഓക്കെ ആണോ ചോദിക്കുമ്പോ കാക്കാശി പറയും കുഴപ്പമില്ല, ഞാൻ ഓക്കെ ആണ്. അതേസമയം കുട്ടപ്പൻ ഇവിടെ ആ ഒരു ക്ലേ അത് കീറിപ്പൊളിച്ച് ഗാറെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. കുട്ടപ്പൻ വീണ്ടും അവന്റെ ഒരുപാട് ക്ലൗഡ്സിനെ ക്രിയേറ്റ് ചെയ്ത് ആ ഒരു ക്ലേ അത് വീണ്ടും വീണ്ടും ശക്തിയായിട്ട് വലിച്ചു കീറും. കട്ട് ചെയ്ത ഇവിടെ സാക്കുറയും ഗ്രാൻമയും അവര് രണ്ടുപേരും മുൻപോട്ട് വരുമ്പോ അവിടെ തകർന്നു കിടക്കുന്ന ഒരു വഴി കാണും. അത് കാണുമ്പോ സാക്കുറയ്ക്ക് മനസ്സിലാവും തീർച്ചയായിട്ടും ഇതുവഴി തന്നെയായിരിക്കും അവര് പോയിരിക്കുക. കട്ട് ചെയ്ത ഇപ്പൊ ഫ്ലാഷ് ബാക്കില് നറൂട്ടോയുടെ 9 ടൈൽ ഫോക്സ് ചക്ര അത് പുറത്തു വന്നത് ദേദുര ഗാറയുടെ ബോഡി കയറിയിരുന്ന് അവൻ മരിച്ചു പോയെന്ന് പറഞ്ഞത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങള്. സാക്കുറ ടെൻഷനായി ഗ്രാൻമയോട് പറയും നമുക്ക് എത്രയും പെട്ടെന്ന് പോകണം. ഇവിടെ ടെൻടൺ ആവട്ടെ ഇപ്പൊ കാക്കാശി അന്വേഷിച്ച് ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. അവളങ്ങനെ ഓടി ഓടി ഇപ്പൊ ലീന്റെ പിന്നിലെത്തുമ്പോ ലീ ചോദിക്കും നീ എന്തിനാ എന്റെ പിന്നാലെ ഓടുന്നേ, എന്നെ കറക്കാൻ നോക്കുവാണോ? അതിന് അവള് പറയും എനിക്ക് അത്രയും ദാരിദ്ര്യമില്ല, ഞാൻ കാക്കാശി അന്വേഷിച്ച് പോവാണെന്ന് പറഞ്ഞ് അവള് 100-110 മുൻപോട്ട് ഓടും. അപ്പൊ ടെൻടൺ നീ എവിടേക്കാ പോണേന്ന് ഇപ്പൊ ലീയോട് ചോദിക്കും. അതിന് ലീ പറയും ഞാൻ കുട്ടപ്പനെ രക്ഷിക്കാൻ പോവാണ്. മൈഗയും നെജിയും അവര് രണ്ടുപേരും ഇപ്പൊ എവിടെയാന്ന് ടെൻടൺ ചോദിക്കുമ്പോ മറ്റൊരു സൈഡില് ഇപ്പൊ മൈഗയും നെജിയും ഹായായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. മൈഗ ഹെഡ്സെറ്റ് കണക്ട് ചെയ്ത് ഇപ്പൊ കാക്കാശിയെ കണക്ട് ചെയ്യാൻ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ അവർ രണ്ടുപേരും ഇപ്പൊ ഒരുപാട് ദൂരത്തായതുകൊണ്ട് തന്നെ അവർക്ക് പരസ്പരം ഇപ്പൊ കണക്ട് ചെയ്യാൻ കഴിയില്ല. മൈഗ ഉടനെ ഇപ്പൊ നെജിയോട് പറയും നീ നിന്റെ വ്യാഹു കണ്ണുവെച്ച് അവരെവിടെയുള്ളെന്ന് കണ്ടുപിടിക്ക്. നെജി ചെക്ക് ചെയ്തിട്ട് പറയും അവരിപ്പോ ഒരുപാട് ദൂരത്താണ്, മാത്രമല്ല മറ്റൊരു അക്കാസ്കി മെമ്പറുമായിട്ട് അവരിപ്പോ ഫൈറ്റിലാണ്. അവര് കസുകക്കിനെ രക്ഷപ്പെടുത്തി. പക്ഷെ മറ്റൊന്ന് അത് കേട്ട് മൈഗൈ മറ്റൊന്നോ അതെന്താണെന്ന് ചോദിക്കുമ്പോ ഇവിടെ കുട്ടപ്പനാവട്ടെ അവനും കുട്ടപ്പനും ചേർന്ന് ഇപ്പാക്കളെ അത് മുഴുവനായിട്ട് ഇളക്കി മാറ്റി ഗാറെ പുറത്തെടുക്കും. ഗാറെ കണ്ണു തുറക്ക് പ്ലീസ് എന്നൊക്കെ പറഞ്ഞ് കുട്ടപ്പനാവട്ടെ ഇപ്പൊ ഗാറെ ഉണർത്താൻ ശ്രമിക്കും. പക്ഷെ ഗാറ അവൻ ഓൾറെഡി ഇപ്പൊ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അവൻ മരിച്ചു എന്ന് തിരിച്ചറിയുമ്പോ ഇപ്പൊ കുട്ടപ്പനാവട്ടെ ഒരുപാട് വിഷമത്തില് കാക്കാഷിയെ നോക്കും. അതേസമയം ലോങ് ഷോട്ടില് ഇപ്പൊ ദേദുര ആവട്ടെ ഒരുപാട് സന്തോഷത്തില് മറിഞ്ഞു നിൽക്കുകയാണ്. ആ ഒരു കാക്കാഷി അവനില്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കുട്ടപ്പനെയും ഞാൻ സിമ്പിളായിട്ട് തൂക്കിയേനെ. ഓൾറെഡി എന്റെ ലെഫ്റ്റ് കൈ പോയി, ഇപ്പോ എന്റെ റൈറ്റ് കൈ കൂടെ ആ കാക്കാഷി കാരണം ഇല്ലാതായി. ഞാൻ വിഷ്വൽ ജിപ്സു അത് ഹിറ്റാച്ചി മാത്രമേ ചെയ്യുന്നത് കണ്ടിട്ടുള്ളൂ. ആദ്യമായിട്ടാണ് ഇപ്പൊ മറ്റൊരുത്തൻ ആ ഒരു ജിപ്സു ഉപയോഗിക്കുന്നത്. എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. പക്ഷെ എന്ത് വില കൊടുത്തും കാക്കാഷിയെ തകർത്ത് ആ ഒരു മോൺസ്റ്റർ ആ 9 ടൈൽ ഫോക്സിന്റെ പവർ അത് ഞാൻ തന്നെ സ്വന്തമാക്കൂന്ന് പറഞ്ഞ് ദേദുരാവട്ടെ ഇപ്പൊ കാക്കാഷിയെയും കുട്ടപ്പനെയും നോക്കി നിൽക്കും. അപ്പൊ അതേ സമയത്ത് ഇപ്പൊ ദേദുരയുടെ തൊട്ടു പുറകിൽ നിന്ന് കുട്ടപ്പൻ ചാട്ടി വീണ് അവന്റെ മോന്തയ്ക്ക് ഒരൊറ്റ ഇടി. ആ ഒരു ഇടിയില് അവൻ കറങ്ങി അടിച്ച് താഴെ വീഴുമ്പോ 4 ഭാഗത്തു നിന്നും കുട്ടപ്പന്റെ ക്ലൗൺസ് വന്ന് അവനെ ഇടിച്ചും തൊഴിച്ചും ചവിട്ടിയും ഒരു പരിവാക്കും. കുട്ടപ്പന് കലി കയറി അവന്റെ കൈ ചുരുട്ടി ഇപ്പൊ ദേദുരയെ ഇടിച്ചു കൊണ്ടേയിരിക്കുകയാണ്. രക്തം ചിന്തി ഇപ്പൊ ദേദുര ആവട്ടെ ഒരുപാട് അടി വാങ്ങുന്ന കാണുമ്പോ ഇവിടെ കാക്കാഷി പോലും വണ്ടറടിച്ചു പോവും. കുട്ടപ്പന്റെ കലി തീരില്ല. അവൻ റസങ്ങൻ പവർ എടുത്ത് അങ്ങനെ ഓടി വന്ന് ഒരൊറ്റ അടി. വലിയൊരു പൊട്ടിത്തെറിക്ക് ശേഷം കുട്ടപ്പൻ നോക്കുമ്പോഴായിരിക്കും അത് വില്ലനല്ല, അവനൊരു ക്ലൗൺ ഉപയോഗിച്ച് അവിടുന്ന് രക്ഷപ്പെട്ട് കളഞ്ഞു. കാക്കാഷി അതുകൊണ്ട് ഷോക്കാവും. നറൂട്ടോയ്ക്ക് അവന്റെ ദേഷ്യം അത് കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. അവന്റെ റെഡ് ചക്ര അത് പതിയെ പുറത്തേക്ക് വരും. കാക്കാഷിക്ക് മനസ്സിലാവും അവന്റെ 9 ടൈൽ ഫോക്സിന്റെ ചക്രയാണത്. അതിപ്പോ പുറത്തേക്ക് വന്ന ഒരുപാട് അപകടമാണ്. കാക്കാഷി നോക്കി നിൽക്കുമ്പോ ഇപ്പൊ കുട്ടപ്പന്റെ ബോഡിയിൽ നിന്ന് ഒരു 1 ടൈൽ അത് പുറത്തേക്ക് വരുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.